മറ്റൊരു വാർത്തയിലേക്കാണ്. സസ്പെൻഷന് പിന്നാലെ KCAക്കെതിരെ രൂക്ഷ വിമർശനവുമായി എസ് ശ്രീശാന്ത്. സഞ്ജുവിനെ പിന്തുണയ്ക്കുകയെന്ന തെറ്റു മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂവെന്നും KCA തന്റെ വാക്കുകളെ വളച്ചൊടിച്ചെന്നും ശ്രീശാന്ത് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നമസ്കാരം നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എനിക്കെതിരെ 3 വർഷത്തെ ബാൻ എന്നതും ഗോഡ്സോൺ കൺട്രിയുടെ ഗോഡ്സോൺ സണ്ണെ സഞ്ജുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അസോസിയേഷന്റെ എതിരെയല്ല ഞാൻ പറഞ്ഞത്. അസോസിയേഷനിൽ ഇരിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് കളിച്ചവരോട് ആയിരുന്നെങ്കിൽ നല്ല വളച്ചൊടിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്നാണ് ഒരു ആഗ്രഹവുമില്ല. അതോ വോട്ടിനുള്ള പേടിയാണോ എന്നറിയില്ല, എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നാട്ടുകാർ തീരുമാനിക്കുക. എന്തായാലും ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് വിലക്കിയ തീരുമാനത്തിനെതിരെയാണ് പ്രതികരണം. സഞ്ജു സാംസന്റെ പിതാവ് വിശ്വനാഥ് സാംസണെതിരെയും ന്യൂസ് മലയാളം ചാനലിനെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും KCA തീരുമാനിച്ചിട്ടുണ്ട്. രുജീഷ് വി രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുജീഷ്, ശ്രീശാന്ത് ഇപ്പോൾ വ്യക്തമായ മറുപടി പറഞ്ഞിരിക്കുന്നു. ക്രിക്കറ്റ് കളിച്ച് പരിചയമുള്ള ആളുകൾ ആ ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടി നന്നായിരുന്നു എന്നാണ് താൻ അന്ന് പറഞ്ഞതെന്ന് ശ്രീശാന്തിന്റെ ഈ ബൈറ്റിൽ പറയുകയാണ്. ശ്രീശാന്തിന്റെ മറുപടി എങ്ങനെയാണ്? ആർക്കൊക്കെ എതിരെ, നമുക്കെതിരെ ഉൾപ്പെടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു? എന്തൊക്കെയാണ് കാരണം? പിന്നിൽ എന്തായാലും KCAക്കെതിരെ ഒരു തരത്തിലും ഒരു പിന്നോട്ട് പോക്ക് ശ്രീശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിലൊരു മാപ്പ് പറച്ചിലോ അത്തരത്തിലുള്ളൊരു സംയമനം പാലിച്ചുള്ള ഒരു മറുപടിയല്ല. ശ്രീശാന്ത് വളരെ ആഞ്ഞടിക്കുക തന്നെയാണ് KCAക്കെതിരായ നിലപാടിൽ. കാരണം ഒരു സസ്പെൻഷൻ, 3 വർഷത്തേക്ക് ഒരു സസ്പെൻഷൻ എന്ന പ്രഖ്യാപനം ഇപ്പോൾ KCA പറയുമ്പോൾ അതിനെ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ തനിക്കെന്തായാലും KCAയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നും ആകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ശ്രീശാന്ത് ഈ വീഡിയോ സന്ദേശം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയായി വീഡിയോ സന്ദേശം ഇട്ടത്. അതിന് പിന്നാലെ ഒരു കുറിപ്പ് കൂടി KCA വിമർശിച്ചുകൊണ്ട് ശ്രീശാന്ത് പറയുന്നു. ഇവർക്ക് KCA ചില അസോസിയേഷനുകളെ, ക്രിക്കറ്റ് അസോസിയേഷനുകളെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. അത് ക്രിക്കറ്റിന്റെ പേരിലല്ല, അവർ നടത്തുന്ന ചില നാടകങ്ങളുടെ പേരിൽ എന്നാണ് ശ്രീശാന്ത് പറയുന്നത്. കാരണം അവർ നേടിയ ട്രോഫികളിലേക്കാൾ വലിയ ലിസ്റ്റാണ് അവരുടെ പത്രസമ്മേളനത്തിനായി അവർ നൽകുന്ന കുറിപ്പ് എന്ന് കൂടി ശ്രീശാന്ത് പറയുകയാണ്. കാരണം നേരത്തെ KCAയുടെ പത്രക്കുറിപ്പ് സംബന്ധിച്ച് നേരത്തെയും ശ്രീശാന്ത് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം നേരത്തെ ശ്രീശാന്തിനെതിരെ ഉള്ള ഒരു നീക്കം, അതായത് സഞ്ജു സാംസനെ KCA ഗൂഢാലോചന നടത്തുന്നു എന്ന ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ സഞ്ജുവിനെ പിന്തുണച്ചാണ് ശ്രീശാന്ത് ആദ്യം രംഗത്തെത്തിയത്. അന്ന് ശ്രീശാന്ത് KCAയുടെ ഭാഗമായുള്ള KPL കൊല്ലം ഏരീസിന്റെ സഹ ഉടമ കൂടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ശ്രീശാന്തിനെതിരെ നൽകിയിരുന്നത്. എന്നാൽ ആ നോട്ടീസിന് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ 3 വർഷ വിലക്കിലേക്ക് KCA പോയത്. പക്ഷേ ആ വിലക്കും ശ്രീശാന്ത് വളരെ കാര്യമായി എടുക്കുന്നില്ല എന്നാണ് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ശ്രീശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ടിനു യോഹന്നാനെ പോലുള്ള ക്രിക്കറ്റുമായി പരിചയമുള്ള ആളുകൾ അത് ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ക്രിക്കറ്റിന് കൂടുതൽ നന്നാകുമായിരുന്നു എന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. ഭാരവാഹികൾക്കെതിരെയല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അസോസിയേഷനിലുള്ള പലരും അതിനെ വളച്ചൊടിക്കുകയാണ്, വാക്കുകളെ വളച്ചൊടിക്കുകയാണ്. എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരം നീക്കം എന്ന് അറിയില്ല എന്നുകൂടി ശ്രീശാന്ത് പറയുന്നു. എന്തായാലും സഞ്ജു സാംസണെതിരായ KCAയുടെ നീക്കം അത് വീണ്ടും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സഞ്ജു സാംസനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കെതിരെയും നടപടിയെടുക്കുകയാണ് KCA. കാരണം സഞ്ജുവിന്റെ പിതാവിനെതിരെ ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ന്യൂസ് മലയാളം ചാനലിനെതിരെ അന്ന് ഒരു പ്രോഗ്രാമിലൂടെ കേരള ക്രിക്കറ്റിൽ നടത്തുന്ന പരിപാടി, അത് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാമിലൂടെ നമ്മൾ പറയുമ്പോൾ അതിനെ കൂടി പരിഗണിച്ച് അതിന് നിയമ നടപടിയിലേക്ക് പോവുകയാണ് KCA. എന്തായാലും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് സഞ്ജുവിനെതിരായ ഒരു നീക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഇടവേളയ്ക്ക് മുൻപ് സഞ്ജു തന്നെ പരസ്യമായി KCAയുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഈ പ്രശ്നം അവസാനിപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു 2 മാസത്തിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ് മനസ്സിലാക്കാത്തത്. എന്തായാലും സഞ്ജുവിനെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ, സഞ്ജുവിന് നല്ല പിന്തുണ നൽകാനുള്ള ഒരു സാഹചര്യമാണ് KCA ഒരുക്കേണ്ടത് എന്ന ആവശ്യമാണ് എല്ലാ കോണിൽ നിന്നും ഉയരുന്നത്. പക്ഷേ അതിന് വിപരീതമായ നടപടിയാണ് KCAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിനിൽ, ഉറപ്പായും രുജീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതിന് തീർത്തും വിപരീതമായ നടപടികളാണ് ഇപ്പോൾ KCA, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു അസോസിയേഷനാണ്. നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അന്താരാഷ്ട്ര താരങ്ങളായിരുന്നു. ഒന്ന് എസ് ശ്രീശാന്ത് ആയിരുന്നു, പിന്നീട് സഞ്ജു സാംസനാണ് മലയാളികളുടെ അഭിമാനമായി ഇപ്പോൾ ഇന്ത്യക്ക് മുൻപിൽ, ലോകത്തിന് മുൻപിൽ നിലനിൽക്കുന്നത്. സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹികൾ.